സേന കുരുക്ക് മുറുക്കുകയാണ്. മാത്യു കുഴൽനാടൻ രണ്ട് കൽപ്പിച്ച് തന്നെയാണ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. വീണ വിജയൻ എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒന്ന് ഒതുങ്ങി നിൽക്കുമ്പോഴാണ് വീണ്ടും അനാഥാലയങ്ങളിൽ നിന്ന് വരെ മാസപ്പടി വീണ വിജയൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ മാത്യു കുഴൽനാടൻ പുറത്തുവിടുന്നത്. പിണറായിയുടെ കസേര ഏത് നിമിഷവും തെറിക്കാം എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അനാഥ കുഞ്ഞുങ്ങളെ പറ്റിച്ച് മകൾ പണം വാങ്ങി എന്നുള്ള വിവരങ്ങൾ മാത്യു കുഴൽനാടൻ പുറത്തുവിടുമ്പോൾ എന്താകും ഇനി CPM-നുള്ളിൽ പുകയുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ വീണ്ടും ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ MLA. ധർമ്മസ്ഥാപനങ്ങളിൽ നിന്ന് വീണ മാസപ്പടി കൈപ്പറ്റിയെന്നാണ് ആരോപണം. 2021 ഒക്ടോബറിൽ എക്സാലോജിക്കിന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കൈമാറിയ കത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. ആ വർഷം ഫെബ്രുവരിയിൽ നൽകിയ രേഖകൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടിയിലാണ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പണം വാങ്ങിയതിന്റെ വിശദീകരണം ചോദിക്കുന്നത്. 2021 തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര ഏജൻസി തുടങ്ങിയെന്നതിന് തെളിവാണ് ഈ കത്തും. ജനുവരി 29-നാണ് എക്സാലോജിക്കിനോട് വിശദീകരണം തേടിയത്. അടുത്ത മാസം 22-ന് മറുപടിയും നൽകി. ഇത് തൃപ്തികരമല്ല എന്നും വിശദമായ ബാലൻസ് ഷീറ്റ് നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഒക്ടോബറിൽ എക്സാലോജിക്കിനോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. ശശിധരൻ കർത്തയുടെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് വാങ്ങിയ വായ്പയുടെ വിശദാംശങ്ങളും തേടുന്നുണ്ട്. ഈ കത്തിന്റെ അവസാന ഭാഗത്താണ് ഏതാണ്ട് എല്ലാ മാസവും വിവിധ ചാരിറ്റി സംഘടനകളിൽ നിന്ന് പണം കൈപ്പറ്റുന്നതെന്ന പരാമർശമുള്ളത്. ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിയതെന്നും വിശദീകരിക്കുന്നുണ്ട്. ഈ രേഖയാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ചർച്ചയാക്കിയത്. ഏതെല്ലാം ചാരിറ്റി സംഘടനകളിൽ നിന്നാണ് പണം കൈപ്പറ്റിയതെന്ന് ഈ കത്തിൽ പറയുന്നില്ല. മാത്യു കുഴൽനാടൻ രേഖകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചത്. അതേസമയം പ്രസംഗത്തിനിടെ മാത്യുവിന്റെ മൈക്ക് സ്പീക്കർ AN ഷംസീർ ഓഫ് ചെയ്തു. അങ്ങനെ നാടകീയ സംഭവങ്ങൾക്കും നിയമസഭാ സാക്ഷിയായി. ഇതിന് കാരണമായ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CMRൽ നിന്ന് മാസപ്പടി വാങ്ങിയതിനെ കുറിച്ച് ഇതുവരെ കേട്ടത് ROC അയച്ചൊരു നോട്ടീസിൽ പറയുകയാണ്. ഹാജരാക്കിയ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് കമ്പനി ഏതാണ്ട് മാസത്തോറും വിവിധ ജീവകാരുണ്യ സ്ഥാപനങ്ങളും സംഘടനകളിൽ നിന്ന് പണം കൈപ്പറ്റുന്നതായി വ്യക്തമായി എന്ന നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും അനാഥാലയങ്ങൾക്കും ധർമ്മസ്ഥാപനങ്ങൾക്കും അങ്ങോട്ട് പണം കൊടുക്കുന്നവരാണ്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ അനാഥാലയങ്ങളിൽ നിന്ന് മാസം പണം വാങ്ങുന്നത്? അനാഥാലയങ്ങളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നത് എങ്ങനെയാണെന്ന് അംഗീകരിക്കാൻ കഴിയും? ഇതായിരുന്നു മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ഉയർത്തിയ ചോദ്യം. എന്നാൽ മാത്യു സ്ഥിരമായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും അതിനുള്ള വേദിയല്ല നിയമസഭയെന്നും സ്പീക്കർ പറയുന്നു. ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും സഭാരേഖയിൽ ഉണ്ടാവില്ല എന്നും ഷംസീർ അറിയിച്ചു. അതേസമയം തന്റെ ആരോപണങ്ങൾ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണെന്നും തെറ്റുണ്ടെങ്കിൽ നിഷേധിക്കാമെന്നുമാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്.